സർക്കാരിന്റെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് എം മുകേഷ് MLA ഒഴിവാക്കും. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം മുകേഷ് സ്വയം ഒഴിഞ്ഞേക്കും. തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകുമെന്നും മുകേഷിന് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കാവുന്നതാണെന്നും നയരൂപീകരണ സമിതിയുടെ അധ്യക്ഷൻ ഷാജി എൻ കരുൺ വ്യക്തമാക്കി. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അമൽ, ശരിക്ക് പറയുകയാണെങ്കിൽ മുകേഷിനെ മാറ്റേണ്ടതാണ്. ഇവിടെ ഇപ്പോഴും ആ ഒരു ഇളവ് കൊടുക്കുകയാണ്, മുകേഷിന് സ്വയം തീരുമാനിക്കാമല്ലോ എന്ന്. ഇനിയും ഇത്രയും MLA സ്ഥാനം അവിടെ നിൽക്കട്ടെ, ഈ നയരൂപീകരണ സമിതിയിൽ മുകേഷിന്റെ കാര്യത്തിലെങ്കിലും ഒരു ശക്തമായ തീരുമാനം എടുത്തുകൂടെ സർക്കാരിന്? ആ തീരുമാനം വൈകുകയാണ്. എന്തായാലും മുകേഷിനെ നയരൂപീകരണ സമിതിയിൽ മുകേഷിന്റെ പേരുണ്ട് എന്ന വാർത്ത വന്നതിന് പിന്നാലെ തന്നെ വലിയ തോതിലുള്ള വിമർശനം മുകേഷിനെതിരെ ഉയർന്നു വന്നിരുന്നു. ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് MLA സ്ഥാനം മുകേഷ് രാജിവെക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ മുകേഷിന് തന്നെ തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ മുകേഷിന്റെ പാർട്ടിക്ക് ആ വിഷയത്തിൽ തീരുമാനമെടുക്കാമെന്നുള്ളതാണ് ഭൂരിഭാഗം വരുന്ന ആളുകളുടെയും ഒരു പ്രതികരണം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും പ്രതിപക്ഷമടക്കം അത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നു. പക്ഷേ നയരൂപീകരണ സമിതിയിൽ മുകേഷ് വേണ്ട എന്നുള്ള ഉറച്ച നിലപാടിലാണ് എല്ലാവരും ഒരേ സ്വരത്തിലുള്ളത്. പക്ഷേ മുകേഷ് ഇതുവരെയും നയരൂപീകരണ സമിതിയിലെ അംഗത്വ ഒഴിയാൻ തയ്യാറാകുന്നില്ല. ഷാജി എൻ കരുൺ അടക്കമുള്ള അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ പോലും പറയുന്നത് ആ സമിതിയിലെ അംഗത്വം മുകേഷ് ഒഴിയും എന്നുള്ളതാണ് അവരുടെ അടക്കം അഭിപ്രായം. ആ നിലയിലാണ്. പക്ഷേ മുകേഷിന്റെ ഭാഗത്തു നിന്നും ആ ഒരു വിഷയത്തിൽ തീരുമാനം വരുന്നില്ല. മുകേഷ് തന്നെ സ്വയം തീരുമാനമെടുത്ത് പുറത്തേക്ക് പോകും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുകേഷ് ഏതെങ്കിലും ഇത്തരം തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്ത് ഇല്ല എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറയുന്നത്. നേരത്തെ രഞ്ജിത്ത് രാജിവെച്ചപ്പോൾ ഒരു സ്ഥാനമുണ്ടായിരുന്നു. അതല്ലെങ്കിൽ സിദ്ദിഖ് രാജിവെച്ചപ്പോൾ അമ്മയുടേതാണ് എങ്കിൽ പോലും, സർക്കാർ സംവിധാനമൊന്നും അല്ല എങ്കിൽ പോലും ഒരു പ്രധാനപ്പെട്ട ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന ആളാണ്. ഒരു ആരോപണം ഉയർന്നു വന്നതിന് ശേഷം ഏകദേശം ഒരു 12 മണിക്കൂറിനുള്ളിൽ തന്നെ ആ ഒരു രാജി ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ മുകേഷ് ഇപ്പോഴും ഈ നയരൂപീകരണ ഇതിനെയൊക്കെ നന്നാക്കാൻ വേണ്ടി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്ന ആരോപണങ്ങളും അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളും എല്ലാം മറികടക്കാനായി സർക്കാർ കണ്ടെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധികളിലൊന്നാണ് ഈ ഒരു പുതിയ നയമുണ്ടാക്കുക എന്നുള്ളതും സിനിമാ കോൺക്ലേവ് എന്നുള്ളതുമൊക്കെ. പക്ഷേ അതിന്റെ ആ നയരൂപീകരണം ഉണ്ടാക്കുന്ന സമിതിയിൽ ഇപ്പോൾ നിലവിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന നിരവധി ആരോപണങ്ങൾ, ആരോപണമാണ് എങ്കിൽ അത് എന്തെങ്കിലും വ്യക്തി താല്പര്യം വെച്ച് ഉയർന്ന ആരോപണം എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധിക്കാമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല. മുകേഷ് ശരിക്കും പ്രതിക്കൂട്ടിലാണ്. വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉയരുന്നു. അത് ഈ പറയുന്ന സിനിമാ പ്രവർത്തകരെ മാത്രം ആക്രമിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇന്നലെ വന്ന വളരെ ഗുരുതരമായ ഒരു ആരോപണം കൂടിയുണ്ട്. ഒരു യുവനടിയുടെ, ജൂനിയർ ആർട്ടിസ്റ്റിന്റെ അമ്മയെ പോലും ആക്രമിക്കാൻ ശ്രമം നടന്നു. മുകേഷിനെ ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കി. ഇങ്ങനെ ഒരു ജനപ്രതിനിധി ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള, അല്ലെങ്കിൽ ഒരു സാധാരണ നിലയിൽ പൊതുരംഗത്ത് നിൽക്കുന്നയാൾ കേൾക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ഗുരുതരമായ ആരോപണം ഉയരുന്നു മുകേഷിനെതിരെ. പക്ഷേ മുകേഷിനെ പാർട്ടി സംരക്ഷിക്കുകയാണോ എന്ന് ചോദിച്ചാൽ പാർട്ടി സംരക്ഷണ വലയം തീർക്കുന്നില്ല. പക്ഷേ ആ ഒരു ബലത്തിൽ മുകേഷ് ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുകയാണ്. പാർട്ടി നേരിട്ടിറങ്ങിയ ഒരു പ്രതിരോധം മുകേഷിന് വേണ്ടി തീർക്കുന്നില്ല. മുകേഷ് തന്നെ മുകേഷിനെതിരെ ഉയരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കട്ടെ എന്നുള്ളതാണ് ഒരു പൊതു നിലപാട്. മാത്രമല്ല മുകേഷിന്റെ രാജി, ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സമയത്തും രാജി നേരിട്ട് ആവശ്യപ്പെടുന്നില്ല പ്രതിപക്ഷ നേതാവ് പോലും. അത് മുകേഷിനെ തിരഞ്ഞെടുത്ത മുകേഷിന്റെ പാർട്ടി തീരുമാനിക്കട്ടെ എന്നുള്ളതാണ് പ്രതിപക്ഷവും നിലവിൽ ഉയർത്തുന്ന ഒരു വാദം എന്ന് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ കൂടിയുണ്ട്. വിൻസെന്റ് അതോടൊപ്പം തന്നെ എൽദോസ് കുന്നപ്പള്ളി അടക്കമുള്ളവർക്കെതിരെ സമാനമായ ലൈംഗിക ആരോപണം ഉയർന്നു വന്ന സമയത്ത് അവരാരും രാജിവെച്ചിരുന്നില്ല. കോടതിയിൽ കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയാൽ രാജി എന്നുള്ളതായിരുന്നു പറഞ്ഞു വന്നിരുന്നത്. അത് MLA സ്ഥാനം എന്നുള്ള നിലയിലുള്ള രാജി, ആ ഒരു കാര്യമാണ് എങ്കിൽ ഇതിപ്പോൾ അതല്ല. സിനിമാ പ്രവർത്തകർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നു മുകേഷിനെ ഒഴിവാക്കിക്കൊണ്ട് മാത്രമേ നയരൂപീകരണ സമിതിയുമായി മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന്. പക്ഷേ ഇപ്പോഴും മുകേഷിന്റെ രാജി ഉണ്ടാകുന്നില്ല. അധികം വൈകാതെ തന്നെ ഒരു കടുത്ത സമ്മർദ്ദത്തിന് ശേഷം അതുണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത്ത് ആദ്യഘട്ടത്തിൽ കാണിച്ച ആ ഒരു നിലപാടുണ്ട്. അതായത് രാജി വെക്കില്ല എന്ന് ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ കടുത്ത സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ രാജിയല്ലാതെ മറ്റു മാർഗമില്ല എന്ന നിലയിലേക്ക് എത്തിച്ചേരുന്നു. അത് തന്നെയാകും മുകേഷിന്റെയും അവസ്ഥ എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ആര്യ.